വെൽക്കം ടു മൈൽസ്റ്റോൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th ലെവൽ പ്രിലിംസിനായാലും മെയിൻസിനായാലും ഒക്കെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, സിലബസിലുള്ള ഒരു ടോപ്പിക്കാണ് റാങ്കിങ് അഥവാ സ്ഥാനനിർണ്ണയം എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ആ ഒരു ലോജിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു മാർക്ക്, ഇതിനകത്തുനിന്ന് ചോദിക്കുന്ന ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാര്യമായിട്ട് ഇക്വേഷൻസോ കാര്യങ്ങളോ കുറേ തിയറി ഒന്നും പഠിക്കാനില്ല, ഒരു ലോജിക്ക് പഠിച്ചെടുത്താൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തൂടെ? അപ്പോൾ ടോപ്പിക്ക് റാങ്കിങ് അഥവാ സ്ഥാനനിർണ്ണയം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിനകത്ത് ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്, അതൊന്ന് ആദ്യം തന്നെ പറയാം. ഇപ്പോൾ ഇതിനകത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എല്ലാവർക്കും അറിയാമായിരിക്കും. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഇപ്പോൾ ഒരാളുടെ സ്ഥാനം ഇടത് നിന്ന് ഇത്രാമതാണ് അല്ലെങ്കിൽ വലത് നിന്ന് ഇത്രാമതാണ് എന്ന് തന്നിട്ട് ആ ക്യൂവിൽ ഒരു വരിയിൽ അതിന് മൊത്തം എത്ര ഉണ്ടാകും എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ ടോട്ടൽ ഇത്ര ആൾക്കാരുണ്ട് ഒരു വരിയിൽ, ഇടത് നിന്നുള്ള സ്ഥാനം ഇത്രയാണെങ്കിൽ വലത് നിന്നുള്ള സ്ഥാനം എത്രയാണ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് മെയിനായിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇടത് നിന്ന് വലത് നിന്ന് എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ കൺഫ്യൂഷൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറും. അപ്പം ഇടത് നിന്ന് എന്ന് പറയുമ്പോൾ ഇതാ ഇവിടുന്ന് ഈ ഒരു ഡയറക്ഷനിലാണ് ഇടത് നിന്ന്, അല്ലെങ്കിൽ പിന്നിൽ നിന്ന് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളതാണ് കൺസിഡർ ചെയ്യുക സ്ഥാനം. ഇനി വലത് നിന്ന് അല്ലെങ്കിൽ മുന്നിൽ നിന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് കൺസിഡർ ചെയ്യുക. വലത് അല്ലെങ്കിൽ മുന്നിൽ നിന്ന് എന്നൊക്കെ പറയുമ്പം ഈ ഡയറക്ഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യും. ഇടത് നിന്ന് അല്ലെങ്കിൽ പിന്നിൽ നിന്ന് എന്നൊക്കെ പറയുമ്പം ഈ ഡയറക്ഷനിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയർ ആയിക്കോളും, എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇടത് നിന്ന് പിന്നിൽ നിന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടുന്ന് എത്രാമത്, ഇനി വലത് നിന്ന് മുന്നിൽ നിന്ന് പറയുമ്പം ഈ ഒരു സൈഡിൽ നിന്ന് എത്രാമത്തെ സ്ഥാനത്താണ് അയാളുടെ സ്ഥാനം, അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയിക്കോളും. ആദ്യത്തെ ചോദ്യം, ഒരു വരിയിൽ രാമുവിൻ്റെ സ്ഥാനം മുന്നിൽ നിന്ന് 8ാമതും പിന്നിൽ നിന്ന് 9ാമതുമായാൽ ആ വരിയിൽ ആകെ എത്ര ആൾക്കാരുണ്ട്? ഒരു വരിയിൽ രാമുവിൻ്റെ സ്ഥാനം തന്നിട്ടുണ്ട്, മുന്നിൽ നിന്നുള്ളതും പിന്നിൽ നിന്നുള്ളതും. അങ്ങനെയാണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഒരു ഇക്വേഷൻ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണേൽ ചെയ്യാം. പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നമ്മൾ ലോജിക്ക് ആലോചിച്ചിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ ഒരു പ്ലസും മൈനസും മാറിപ്പോയാലും നിങ്ങൾക്ക് ഉത്തരം തെറ്റില്ല. അല്ലെങ്കിൽ അതുമായി ഇങ്ങനെയുള്ള കുറച്ച് മാറ്റം വരുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. രണ്ടും പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് അത് നിങ്ങൾ പഠിച്ചെടുത്താൽ മതി. ഓക്കെ ആണല്ലോ. ആദ്യം നമുക്ക് ലോജിക്കലി ആലോചിച്ചിട്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു വരിയിൽ രാമുവിൻ്റെ സ്ഥാനം മുന്നിൽ നിന്ന് 8ാമത്. അപ്പോൾ മുന്നിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ ഈ സൈഡിൽ നിന്നല്ലേ നോക്കുക. മുന്നിൽ നിന്ന് 8ാമത്തെ പൊസിഷനിലാണ് ആരുള്ളത്? രാമു. പിന്നിൽ നിന്ന് 9ാമത്. പിന്നിൽ നിന്ന് നോക്കുമ്പോൾ എത്രാമതാണ്? 9ാമതാണ്. ആര് തന്നെ? രാമു തന്നെ. അങ്ങനെയാണെങ്കിൽ ആ വരിയിൽ എത്ര ആൾക്കാരുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? മുന്നിൽ നിന്ന് 8ാമത് രാമു ആണെങ്കിൽ രാമുവിന് മുന്നേ 7 ആൾക്കാർ ഉണ്ടാവണമല്ലോ, ഉണ്ടാവണ്ടേ? നല്ല 8ാമതാവുള്ളൂ. പിന്നിൽ നിന്ന് 9ാമത് രാമു ആണെങ്കിൽ ഇവിടെ എന്ത് വേണം? ഇവിടുന്ന് നോക്കുമ്പോൾ 8 ആൾക്കാർ ഉണ്ടാവണം, എന്നാൽ മാത്രമേ 9ാമത് രാമു ആവുള്ളൂ. അപ്പോൾ ടോട്ടൽ എത്ര ആൾക്കാരുണ്ടെന്ന് കിട്ടിയല്ലോ. എങ്ങനെ? ആദ്യമുള്ള 7 ആൾക്കാരുണ്ട്, പിന്നെ ഇവിടെ ആരുണ്ട്? രാമു ഉണ്ട്, ഇവിടെയുള്ള 8 ആൾക്കാരുണ്ട്. അപ്പോൾ എത്രയായി? 8 7 15 1 16 എന്നുള്ളതാണ് ആൻസർ. ക്ലിയർ ആയോ? എങ്ങനെയാണ്? മുന്നിൽ നിന്ന് 8ാമത് എന്ന് പറയുമ്പോൾ അതിന് മുന്നേ 7 ആളുണ്ട്. പിന്നിൽ നിന്ന് 9ാമത് എന്ന് പറയുമ്പോൾ അതിന് മുന്നേ 8 ആളുണ്ടെങ്കിലല്ലേ രാമു 9ാമതാവുള്ളൂ പിന്നിൽ നിന്ന്. അപ്പോൾ കൂട്ടി നോക്കാം, 8 ആളുണ്ട്, 7 ആളുണ്ട്, പിന്നെ രാമുവിനെയും കൂട്ടണ്ടേ ആ വരിയിലുള്ള ആൾ. അപ്പോൾ മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ 16 ആയിരിക്കും ആൻസർ. ക്ലിയർ ആയല്ലോ. ഇനി ഇക്വേഷൻ എന്താണ്? അത് വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ചിട്ട് ചെയ്തോ. ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ മുന്നിൽ പ്ലസ് പിന്നിൽ -1. ഒരാളുടെ ഒരു വരിയിൽ മുന്നിൽ നിന്നുള്ളയും പിന്നിൽ നിന്നുള്ളയും സ്ഥാനം തന്നിട്ടുണ്ടെങ്കിൽ മൊത്തം ആൾക്കാരുടെ എണ്ണം കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? മുന്നിൽ പ്ലസ് പിന്നിൽ -1. ചിലവർക്കൊക്കെ ഈ ലോജിക്ക് ക്ലിക്കാവാൻ കുറച്ച് പണിയായിരിക്കും. അങ്ങനെയുള്ളവർ ഇതാ ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. മുന്നിൽ പ്ലസ് പിന്നിൽ -1. മുന്നിൽ നിന്ന് 8ാമത്, പിന്നിൽ നിന്ന് 9ാമത് -1. 9 തൊട്ട് 17 1 പോയാൽ 16 ആൻസർ. ഈസി ആയിട്ട് കിട്ടി സംഭവം. അപ്പോൾ ഇത് ഓർത്ത് വെച്ചാൽ മതി. മുന്നിൽ പ്ലസ് പിന്നിൽ -1. 9 തൊട്ടും 17 1 പോയാൽ 16 ആണ് ആൻസർ. സംഭവം ക്ലിയർ ആയല്ലോ. ഇനി ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം.
ഇതേപോലുള്ളത്. അപ്പോൾ ക്ലിക്ക് ആയിക്കോളും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. മുന്നിൽ നിന്നുള്ള സ്ഥാനം 16, പിന്നിൽ നിന്നുള്ള സ്ഥാനം 12 ആണെങ്കിൽ ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്? അത് ഞാൻ ഷോർട്ടാക്കിയിട്ട് എഴുതിയെന്നേ ഉള്ളൂ. നേരത്തെ ഉണ്ടായ സെയിം ക്വസ്റ്റ്യൻ. ഒരാളുടെ മുന്നിൽ നിന്നുള്ള സ്ഥാനം 16, പിന്നിൽ നിന്നുള്ള സ്ഥാനം 12. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര ആൾക്കാർ ഉണ്ടാകും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മുന്നിൽ നിന്ന് 16-ാം സ്ഥാനത്താണ്, പിന്നിൽ നിന്ന് 12-ാം സ്ഥാനത്താണ്. അപ്പോൾ ഇതിന് മുന്നേ 15 ആളുണ്ടെങ്കിലേ 16-ാം സ്ഥാനത്താവൂ. ബാക്കിൽ നിന്ന് 12-ാം സ്ഥാനത്ത് എന്ന് പറയുമ്പം അതിന് മുന്നേ 11 ആളുണ്ടെങ്കിൽ മാത്രമേ 12-ാം സ്ഥാനത്ത് ഇവിടെ എത്തുള്ളൂ അല്ലേ? അപ്പം 15 ആളുണ്ട് പ്ലസ് ഈ പറയുന്ന ആള് 1 പ്ലസ് 11 എത്രയാണ്? 11 1 12, 12ഉം 15ഉം 27. ഇതേ ക്വസ്റ്റ്യൻ ഒന്ന് ഇക്വേഷൻ ഇട്ട് ചെയ്ത് നോക്കിയാട്ടെ. മുന്നിൽ പ്ലസ് പിന്നിൽ -1, 16 പ്ലസ് 12 -1, 16ഉം 12 28, 28 1 പോയാൽ 27. ക്ലിയർ അല്ലേ? ഇതാണെങ്കിൽ ഇതായാലും മതി കേട്ടോ. ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. മുന്നിൽ പ്ലസ് പിന്നിൽ -1. അതായത് ഇക്വേഷനായിട്ട് ഓർക്കണ്ട, മുന്നിൽ നിന്നും പിന്നിൽ നിന്നുള്ള രണ്ടും കൂടെ കൂട്ടുക, അതിൽ നിന്ന് 1 കുറക്കുക. 1 കുറക്കുന്നത് എന്തുകൊണ്ടാണ്? ആ മുന്നിൽ നിന്നും പിന്നിൽ നിന്നുള്ള സ്ഥാനം തരുന്നത് ഒരേ ആളുടെ തന്നെയല്ലേ? ഒരേ ആളുടെ സ്ഥാനമാണ് മുന്നിൽ നിന്നും പിന്നെന്നും പറയുന്നത്. അപ്പോൾ അയാളെ രണ്ടോട്ടം കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ആ 1 മൈനസ് ചെയ്യുന്നത്. അപ്പോൾ മുന്നിൽ നിന്നുള്ള സ്ഥാനവും പിന്നിൽ നിന്നുള്ള സ്ഥാനവും കൂട്ടിയിട്ട് 1 മൈനസ് ചെയ്താൽ മതി. ഇനി ഇത് നോക്ക്. മുന്നിൽ നിന്നുള്ള സ്ഥാനം 30, പിന്നിൽ നിന്നുള്ള സ്ഥാനം 21 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്? ഒന്ന് സ്വന്തം ചെയ്ത് നോക്കിയാൽ എല്ലാവരും. സ്വന്തം ചെയ്യേണ്ട, മനസ്സിൽ ജസ്റ്റ് പറഞ്ഞു നോക്കിയാൽ മതി. പറഞ്ഞു നോക്കിയാട്ടെ. മുന്നിൽ നിന്ന് 30, പിന്നിൽ നിന്ന് 21. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയിട്ട് 1 കുറക്കുക. 30ഉം 21 എത്ര? 51. 51 1 പോയാൽ 50 ആയിരിക്കും ആൻസർ. ബുക്കിൽ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇങ്ങനെ തന്നെ കിട്ടിക്കോളും. ഇനി ഇങ്ങനെ ലോജിക്കലി ആലോചിക്കുന്നതാണെങ്കിൽ എന്താണ്? 30ഉം 21, 29 ആളുണ്ടാവും. 21 എന്ന് പറയുമ്പോൾ 20 ആളുണ്ടാവും. പിന്നെ ഈ ഒരാളും. അപ്പോൾ എത്ര വരും? 29ഉം ഈ 1ഉം 30, 30ഉം 20ഉം 50. എങ്ങനെ ആലോചിച്ചാലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. ഇക്വേഷനാണെന്ന് ഓർത്ത് വെക്കുന്നതെങ്കിൽ അങ്ങനെ. അപ്പോൾ കോമൺ ആയിട്ട് റാങ്കിങ്ങിന് അകത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത്. ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് എല്ലാവരും പഠിച്ചല്ലോ. ഒരാൾക്കും കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് പോസ് ചെയ്യുക, ഒന്നും കൂടെ ബാക്ക് അടിച്ചോ വീഡിയോ ആദ്യമേ കേട്ട് നോക്ക്. ഈ 3 ക്വസ്റ്റ്യനും സ്വന്തം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ക്ലിയർ ആയിക്കോളും. അടുത്ത ചോദ്യം. മൊത്തം 70 ആൾക്കാരുള്ള ഒരു ക്യൂവിൽ രാജു മുന്നിൽ നിന്ന് 45-ാമതാണ് എങ്കിൽ പിന്നിൽ നിന്ന് എത്രാമതാണെന്നാണ് ക്വസ്റ്റ്യൻ. നേരത്തെ ചോദിച്ചതൊക്കെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നുള്ള സ്ഥാനം തന്നിട്ട് ടോട്ടൽ ആൾക്കാരുടെ എണ്ണം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ ടോട്ടൽ ആൾക്കാരുടെ എണ്ണവും മുന്നിൽ നിന്നുള്ള സ്ഥാനവും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നിൽ നിന്ന് എത്രാമതായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഇതും നമുക്കൊരു ഇക്വേഷൻ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ലോജിക്കലി ആലോചിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് നോക്കാം. രാജുവിൻ്റെ സ്ഥാനം മുന്നിൽ നിന്ന് എത്രാമതാണ്? 45-ാമതാണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, മുന്നിൽ നിന്ന് 45-ാമതാണ്. അപ്പോൾ മൊത്തം 70 ആൾക്കാരല്ലേ ഉള്ളത്. അപ്പോൾ പിന്നിൽ നിന്ന് എത്രാമതായിരിക്കും? മുന്നിൽ നിന്ന് 45-ാം സ്ഥാനത്താണ് രാജു ഉള്ളത്. അപ്പം ബാക്കി എത്ര ആൾക്കാർ വേണം? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര ആൾക്കാരുണ്ട്? 70 നിന്ന് 45 കുറച്ച് നോക്കുക. എത്ര ആളുണ്ട്? 70 നിന്ന് 45 പോയാൽ 25. ഓക്കെ ആണല്ലോ. 25 ആൾക്കാർ ഇതിന് ശേഷം വേണം. അപ്പോൾ ഇവിടെ എത്രയുണ്ട്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് 25 ആൾക്കാരുണ്ട്. അപ്പോൾ പിറകുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ 25ഉം കഴിഞ്ഞ് 26-ാം സ്ഥാനത്തായിരിക്കും രാജു ഉണ്ടാവുക. ക്ലിയർ ആണോ? മുന്നിൽ നിന്ന് 45-ാം സ്ഥാനത്താണ്. മൊത്തം 70 ആൾക്കാരും ഉണ്ട്. അപ്പോൾ 45-ന് ശേഷം 70 ആക്കാൻ വേണ്ടിയിട്ട് എത്ര വേണം? 25 ആൾക്കാർ കൂടെ രാജുവിന് ശേഷം വേണം. അപ്പോൾ പിറകുന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ആ 25ഉം കഴിഞ്ഞ് 26-ാമതായിരിക്കും രാജു ഉണ്ടാവുക. ഇനി നമ്മുടെ നേരത്തെ ഇക്വേഷൻ എന്തായിരുന്നു? മുന്നിൽ പ്ലസ് പിന്നിൽ -1 ആണ് ടോട്ടൽ കാണാനുള്ള ഇക്വേഷൻ ഉണ്ടായത്. നമുക്കിവിടെ എന്താ കാണണ്ടേ? പിന്നിൽ നിന്നുള്ള സ്ഥാനമാണ് കാണേണ്ടത് അല്ലേ? പിന്നിൽ നിന്നുള്ള സ്ഥാനം കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ അവിടെ തന്നെ ഉണ്ട്. പ്ലസ് മുന്നിൽ അപ്പുറം പോകുമ്പോൾ മൈനസ് മുന്നിൽ, -1 അപ്പുറം പോകുമ്പോൾ +1. ഇതാണ് ഇക്വേഷൻ. എന്ത് ചെയ്താൽ മതി? ടോട്ടലിൽ നിന്ന് എവിടെയുള്ള സ്ഥാനമാണോ തന്നിരിക്കുന്നത് ആ സ്ഥാനം മൈനസ് ചെയ്യുക, 1 കൂട്ടുക. അതാണ് ഇക്വേഷൻ. നേരത്തെ എന്തായിരുന്നു ഇക്വേഷൻ? 2 മുന്നിൽ നിന്നും പിന്നിൽ നിന്നുള്ളത് കൂട്ടിയിട്ട് 1 കുറക്കുക. പിന്നിൽ നിന്നുള്ള സ്ഥാനവും മുന്നിൽ നിന്നുള്ള സ്ഥാനവും കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി?
ടോട്ടലിൽ നിന്ന് ആ തന്നിട്ടുള്ള സ്ഥാനം മൈനസ് ചെയ്യുക, 1 കൂട്ടുക. ഒന്ന് ചെയ്ത് നോക്കിയേ. 70 നിന്ന് മുന്നിൽ നിന്ന് എത്രയാണ് സ്ഥാനം? 45 മൈനസ് ചെയ്യുക, അതിനോട് 1 കൂട്ടുക. 70 നിന്ന് 45 പോയാൽ 25 1 26 എന്ന് ആൻസർ കിട്ടും. ഒന്നിക്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇതേ മോഡലിലുള്ള 2 ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ചെയ്തു നോക്കാം, അപ്പോൾ ക്ലിയർ ആവും. നെക്സ്റ്റ് വൺ, ടോട്ടൽ 45 ആൾക്കാരുണ്ട്. മുന്നിൽ നിന്നുള്ള സ്ഥാനം 20 ആണ്, പിന്നിൽ നിന്നുള്ള സ്ഥാനം എത്രയാണ്? മൊത്തം 45 ആൾക്കാരുള്ള ഒരു ക്യൂവിൽ ഒരാളുടെ സ്ഥാനം, മിന്നുവിൻ്റെ സ്ഥാനം മുന്നിൽ നിന്ന് 20 ആണെങ്കിൽ പിന്നിൽ നിന്ന് എത്രയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നേരത്തെ പറഞ്ഞ സെയിം മെത്തേഡിലാണ് ചെയ്യേണ്ടത്. ഒന്നുകിൽ ഇക്വേഷൻ ചെയ്യുക, അല്ലെങ്കിൽ മറ്റെങ്ങനെയായാലും ചെയ്യാം. മൊത്തം 45 ഉണ്ട്, മുന്നിൽ നിന്ന് 20ാം സ്ഥാനത്താണുള്ളത്. അപ്പോൾ ബാക്കി എത്ര ആൾക്കാർ കൂടെ വേണം? ഇവിടെ 20 ആയി, ബാക്കി 25 കൂടി ഉണ്ടെങ്കിലാണ് എന്താവുക? 45 ആവുക അല്ലേ? 25 കൂടി ഉണ്ടെങ്കിലാണ് 45 ആവുക. അപ്പോൾ പിറകുന്ന് നോക്കുമ്പോൾ ആ 25 കഴിഞ്ഞ് 26ാം സ്ഥാനത്തായിരിക്കും മിന്നുവിൻ്റെ സ്ഥാനം ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? മുന്നിൽ നിന്ന് 20ാം സ്ഥാനത്താണ്, മൊത്തം 45ആണുള്ളത്. അപ്പോൾ ബാക്കി 25 ആളും കൂടെ വേണം. 45 നിന്ന് 20 കുറച്ചപ്പോൾ കിട്ടി. അപ്പോൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ആ 25 കഴിഞ്ഞ് 26ാം സ്ഥാനത്ത്. ഇക്വേഷൻ ആണെങ്കിൽ എന്താണ്? ടോട്ടൽ എത്ര? 45 മൈനസ് ഫ്രണ്ടിൽ നിന്നുള്ള സ്ഥാനം 20 പ്ലസ് 1. 45 നിന്ന് 20 പോയാൽ 25 1 26. എങ്ങനെ ചെയ്താലും ആൻസർ സെയിം. ഇനി ഒന്നും കൂടെ ചെയ്ത് നോക്കിയേ. ഇതൊറ്റക്ക് ചെയ്ത് നോക്കിയേ എല്ലാവരും. എന്നിട്ട് ആൻസർ ഒന്ന് പറ. നമുക്ക് സെയിം ആണോ കിട്ടുന്നതെന്ന് നോക്കാം. ടോട്ടൽ 80 ആൾക്കാരുണ്ട്. ബാക്കിൽ നിന്നുള്ള സ്ഥാനം 26 ആണെങ്കിൽ ഫ്രണ്ടിൽ നിന്നുള്ള സ്ഥാനം എത്ര? സെയിം മെത്തേഡ് തന്നെയാണ്. ഫ്രണ്ടും ബാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നേ ഉള്ളൂ. ടോട്ടൽ 80 ഉണ്ട് അല്ലേ? അപ്പോൾ ബാക്കിൽ നിന്ന് 26ാം സ്ഥാനത്താണ് ഇവിടെ ആളുള്ളത്. അപ്പോൾ ബാക്കി എത്ര ആൾക്കാർ വേണം? 80 നിന്ന് 26 മൈനസ് ചെയ്യുക, എത്ര കിട്ടും? 80 10 6 പോയാൽ 4, 7 2 പോയാൽ 5, 54 ആൾക്കാർ ബാക്കി വേണം അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ 54 കഴിഞ്ഞ് 55ാമത്തെ പൊസിഷനിലായിരിക്കും ഇവിടെ ആളുണ്ടാവുക. ക്ലിയർ അല്ലേ? ബാക്കിൽ നിന്ന് 26ാം സ്ഥാനത്താണ്. അപ്പോൾ ടോട്ടൽ 80 ആൾക്കാരുണ്ട്. അപ്പോൾ 80ഉം 26 കഴിച്ചാൽ ബാക്കി 54 ആൾക്കാരാണ് ഫ്രണ്ടിലുള്ളത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള സ്ഥാനം നോക്കുമ്പോൾ ആ 54 ആൾക്കാരും കഴിഞ്ഞിട്ടുള്ള സ്ഥാനം, അതായത് 55. ഇനി ഇക്വേഷൻ വേണ്ടുന്നവർക്ക് ഇക്വേഷൻ യൂസ് ചെയ്തോ. ടോട്ടൽ 80 മൈനസ് 26 പ്ലസ് 1. 80 നിന്ന് 26 പോയാൽ 54 1 55. ബ്ലൈൻഡ്ലി ഇക്വേഷൻ ആലോചിച്ചിട്ട് അത് പ്ലസ് ആണോ മൈനസ് ആണോ അങ്ങനെയെല്ലാം ഇക്വേഷൻ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. മാത്സ് ബുദ്ധിമുട്ടുള്ളവർ ഒബ്വിയസ്ലി. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ ലോജിക് മെത്തേഡ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഇക്വേഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ലോജിക്കലി ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ സംഭവം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ടോട്ടൽ തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി അപ്പുറം എത്ര ആളുണ്ടാവും നോക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സ്ഥാനം കണ്ടുപിടിക്കാം. ഇനി നിങ്ങൾ തന്നെ വെറുതെ ഒരു ടോട്ടലും ഫ്രണ്ടും സ്ഥാനവും ഇട്ടിട്ട് ചെയ്ത് നോക്കുക, ഒരു 5-6 ക്വസ്റ്റ്യൻസ്, എന്നിട്ട് അതങ്ങ് തർപ്പിക്കുക. അപ്പോൾ ഈ ഒരു മോഡലും പഠിച്ചു. ആകെ 18 ആളുകളുള്ള ഒരു ക്യൂവിൽ അരുൺ മുന്നിൽ നിന്ന് 7ാമത്തെ ആളും ഗീത പിന്നിൽ നിന്ന് 14ാമത്തെ ആളുമാണ് എങ്കിൽ അവർക്കിടയിൽ എത്ര ആൾക്കാരുണ്ട്? ഒരാളുടെ മുന്നിൽ നിന്നുള്ള സ്ഥാനവും മറ്റൊരാളുടെ പിന്നിൽ നിന്നുള്ള സ്ഥാനവും തന്നിട്ടുണ്ട്. അവർക്കിടയിൽ എത്ര ആൾക്കാരുണ്ടാവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ? എങ്ങനെയാണെന്ന് നോക്കുമോ ഇത്? നോക്കിയോ, അരുൺ മുന്നിൽ നിന്ന് 7ാമത്തെ ആൾ, മുന്നിൽ നിന്ന് 7ാമത്തെ ആളാണ് അരുൺ. ഗീത പിന്നിൽ നിന്ന് 14ാമത്തെ ആളാണ് ആര്? ഗീത. ടോട്ടൽ എത്ര ആളുണ്ട്? 18 ആളുണ്ട്. പക്ഷെ മുന്നിൽ നിന്ന് ഇങ്ങനെ പിന്നിൽ നിന്ന് ഇങ്ങനെ ഒരേ ആളുടേതാണെങ്കിലാണ് നമുക്ക് ടോട്ടൽ ആൾക്കാരുടെ എണ്ണക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുക. പക്ഷേ ഈ മുന്നിൽ നിന്ന് 7ാമത്തെ ആളാണ് അരുൺ. പിന്നിൽ നിന്ന് 14 എന്ന് പറയുമ്പം വേണമെങ്കിൽ ഇവിടം വരെ ആയിക്കൂടെ? ഇവിടെ ഉണ്ടാവാമല്ലോ അരുൺ. ഗീത ഇവിടെ ഉണ്ടാവുക, എവിടെ വേണമെങ്കിലും ഉണ്ടായിക്കൂടെ? പിന്നിൽ നിന്ന് 14 എന്നേ പറഞ്ഞിട്ടുള്ളൂ. അരുണിന് ശേഷമാണോ അരുണിന് മുന്നേ ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഒരാളുടെ തന്നെ അല്ലെങ്കിൽ 2 പേരുടെയും മുന്നിൽ നിന്നുള്ള സ്ഥാനം കിട്ടണം. എന്നാലേ അവർക്കുള്ള ഇടയിലുള്ളത് കണ്ടുപിടിക്കാൻ പറ്റൂ. ഒരാളുടെ മുന്നിൽ നിന്നുള്ള സ്ഥാനവും ഒരാളുടെ പിന്നിൽ നിന്നുള്ള സ്ഥാനവും കിട്ടിയിട്ട് കാര്യമില്ല.
രണ്ടാളുടെയും മുന്നിൽ നിന്നുള്ള സ്ഥാനം, അരുണ്ടത് മുന്നിൽ നിന്ന് ഇത്രാമത്, ഗീതേൻ്റെ മുന്നിൽ നിന്ന് ഇത്രാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ബിറ്റ്വീൻ ആയിട്ട് എത്ര ആൾക്കാരുണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ രണ്ട് പേരുടെയും മുന്നിൽ നിന്നുള്ള സ്ഥാനം കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? ഗീത പിന്നിൽ നിന്ന് 14ാമത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ പിന്നിൽ നിന്ന് 14ാമതാണ് ഗീത. ശ്രദ്ധിക്കണേ, പിന്നിൽ നിന്ന് 14ാമതാണ് ഗീത. മൊത്തം 18 ആളുണ്ട് എന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ പിന്നിൽ നിന്ന് 14 കഴിഞ്ഞ് അതിന് ശേഷം എത്ര വേണം? 1 2 3 4 4 ആൾക്കാരുണ്ട് അല്ലേ. ഗീതയ്ക്ക് ശേഷം പിന്നിൽ നിന്ന് 4 ആൾക്കാരുണ്ട്. അപ്പം മുന്നിൽ നിന്ന് നോക്കുമ്പോൾ എത്രാം സ്ഥാനത്താണ് ഗീത? 4 കഴിഞ്ഞ് 5ാം സ്ഥാനത്താണ് ഗീത വരുന്നത് അല്ലേ. എങ്ങനെ കണ്ടുപിടിച്ചേ? പിന്നിൽ നിന്ന് 14ാം സ്ഥാനത്താണ് ഗീതയുടെ സ്ഥാനം. മൊത്തം 18 ആളുണ്ട്. അപ്പോൾ ഗീതയ്ക്ക് ശേഷം 4 ആളും കൂടിയുണ്ട്. അപ്പോൾ മുന്നിൽ നിന്ന് നോക്കുമ്പം ആ 4 കഴിഞ്ഞ് 5ാം സ്ഥാനത്താണ് ഗീത. മുന്നിൽ നിന്ന് 7ാം സ്ഥാനത്താണ് അരുൺ എന്ന് നമ്മളോട് നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ 1 2 3 4 5ാം സ്ഥാനത്ത് ഗീത വരുന്നുണ്ട്. 6 7ാം സ്ഥാനത്ത് അരുൺ ഉണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കിടയിൽ എത്ര ആളുണ്ട്? ഇതാ ഈ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൻസർ എന്താണ്? 1. ക്ലിയർ ആയോ സംഭവം? എങ്ങനെയാണ് ഇത് ചെയ്തേ? രണ്ട് പേരുടെയും മുന്നിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ പിന്നിൽ നിന്നുള്ളതോ സ്ഥാനം കിട്ടിയാൽ മാത്രമേ അവർക്കിടയിൽ എത്ര ആൾക്കാരുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഒരാളുടെ മുന്നിൽ നിന്നുള്ള സ്ഥാനം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആളുടെ മുന്നിൽ നിന്നുള്ള സ്ഥാനം കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ബാക്കിൽ നിന്ന് 14ാമത്തെ സ്ഥാനത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 18 ആയതുകൊണ്ട് അതിന് ശേഷം ഒരു 4 ആളും കൂടി ഉണ്ട് ഫ്രണ്ടിലേക്ക്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ആ 4 കഴിഞ്ഞ് 5ാം സ്ഥാനത്താണ് ഗീത വരുന്നത്. അപ്പോൾ 2 പേരുടെയും കിട്ടി. ഒരാൾ 5th പൊസിഷനിൽ, ഒരാൾ 7th പൊസിഷനിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒറ്റൊരു പൊസിഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരാൾ മാത്രമേ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഉണ്ടാവുള്ളൂ. ക്ലിയർ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഒരു ക്ലാസ് പരീക്ഷയിൽ മീന വിജയികളുടെ റാങ്ക് ക്രമത്തിൽ മുന്നിൽ നിന്ന് 16ാമതും പിന്നിൽ നിന്ന് 29ാമതുമാണ്. 6 കുട്ടികൾ പരീക്ഷ എഴുതിയില്ല. 5 പേർ പരാജയപ്പെട്ടു എങ്കിൽ ആ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ സംഭവം? വളരെ സിമ്പിളാണ്. മൊത്തം കുട്ടികളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്? ഒരു ക്ലാസ് പരീക്ഷയിൽ മീന വിജയിച്ചവരുടെ റാങ്ക് ക്രമത്തിൽ, അതായത് വിജയിച്ച ആൾക്കാരുടെ എണ്ണം നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. വിജയിച്ച ആൾക്കാരുടെ എണ്ണം കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാം? വിജയിച്ചവരുടെ റാങ്ക് ക്രമത്തിൽ മീനേൻ്റെ പൊസിഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ എണ്ണം കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ? മീന വിജയികളുടെ റാങ്ക് ക്രമത്തിൽ മുന്നിൽ നിന്ന് 16ാമത്, പിന്നെ പിന്നിൽ നിന്ന് മീനേൻ്റെ സ്ഥാനം തന്നെയാണ് പറയുന്നത് 29ാമത്. അങ്ങനെയാണെങ്കിൽ ഇത് വിജയികളാണ്. വിജയികൾ എത്രയുണ്ട്? അപ്പോൾ ഇത് ടോട്ടൽ കണ്ടുപിടിക്കാമല്ലോ. മുന്നിൽ പ്ലസ് പിന്നിൽ -1, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോജിക്കൽ ഉപയോഗിച്ചിട്ടാണെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കുക. അപ്പോൾ 29ഉം 10ഉം 39ഉം 6ഉം 45. 45 1 പോയി കഴിഞ്ഞാൽ 44ആണ് വിജയിച്ചവരുടെ എണ്ണം. വിജയികൾ 44. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ഫസ്റ്റേ പഠിച്ചു. ആദ്യം പഠിച്ച ക്വസ്റ്റ്യൻ ആണിത് അല്ലേ. മുന്നിൽ പ്ലസ് പിന്നിൽ -1. ടോട്ടൽ വിജയികൾ 44. ഇനി നോക്കിക്കോ അടുത്ത ലൈൻ. 6 കുട്ടികൾ പരീക്ഷ എഴുതിയില്ല അല്ലേ. അപ്പോൾ ആബ്സെൻ്റ് ആയിട്ടുള്ളവർ എത്രയാണ്? ആബ്സെൻ്റ് ആയിട്ടുള്ളവർ 6. 5 പേർ പരാജയപ്പെട്ടു. ടോട്ടൽ കുട്ടികളുടെ ക്ലാസ്സിലെ എണ്ണല്ലേ ചോദിച്ചേ, ആ ക്ലാസ്സിലെ ടോട്ടൽ കുട്ടികൾ. അപ്പോൾ പരാജയപ്പെട്ടവരും ആ ക്ലാസ്സിൽ തന്നെയുള്ള കുട്ടികളാണല്ലോ. അപ്പോൾ ഫെയിൽഡ് ആയിട്ടുള്ള ആൾക്കാർ എത്രയാണ്? എത്ര ആൾക്കാരാണ്? 5. അപ്പോൾ ടോട്ടൽ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാമല്ലോ. വിജയിച്ചവരുടെ എണ്ണം കിട്ടി, ആബ്സെൻ്റ് ആയിട്ടുള്ളവരുടെ എണ്ണം കിട്ടി, ഫെയിൽഡ് ആയിട്ടുള്ളവരുടെ എണ്ണം കിട്ടി. അപ്പം 44ഉം 6ഉം എത്രയാണ്? 50. 50ഉം 5ഉം 55ആണ് ആൻസർ. അപ്പോൾ ഇതെങ്ങനെയാണ് റാങ്കിങ്ങിൽ വരുന്നത്? ഈ ഒരു സംഭവം കണ്ടുപിടിക്കേണ്ടതുണ്ട്. അത് മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. ബാക്കിയൊക്കെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. വിജയികളുടെ എണ്ണം കണ്ടുപിടിക്കണം. അപ്പോൾ വിജയികളുടെ റാങ്ക് ക്രമത്തിൽ മീനേൻ്റെ പൊസിഷൻ തന്നിട്ടുണ്ട്. ആ ഒരു പൊസിഷൻ വെച്ചിട്ട് ആ റാങ്ക് പട്ടികയിൽ ടോട്ടൽ എത്ര ആൾക്കാരുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. ഇവിടെ 15 ആൾക്കാരുണ്ടാവും, എന്നാലേ 16ാമത്തെ പൊസിഷൻ ആവും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ 28 ആൾക്കാരുണ്ടാവും, എന്നാലേ 29ാമത്തെ പൊസിഷൻ ആവുമല്ലോ. അപ്പോൾ 28ഉം 15ഉം എത്രയാണ്? 28ഉം 10ഉം 38. 38ഉം 5ഉം 43ഉം ആ ഒരാളും ഈ ഒരാളും
അപ്പോൾ 44 ഇവിടെ കിട്ടിയ പോലെ തന്നെ ആൻസർ 44 കിട്ടും. ബാക്കി ആബ്സെൻ്റ് ആയിട്ടുള്ളവരും ഫെയിൽഡ് ആയിട്ടുള്ളവരും അതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പം ആ ക്ലാസ്സിലുള്ള ടോട്ടൽ ആൾക്കാരുടെ എണ്ണം കിട്ടി. അടുത്ത ചോദ്യം, ഒരു വരിയിൽ നീതുവിൻ്റെ സ്ഥാനം ഇടത്ത് നിന്ന് 8-മതും വീണയുടെ സ്ഥാനം വലത്ത് നിന്ന് 17-മതുമാണ്. അവർ പരസ്പരം സ്ഥാനം മാറിയപ്പോൾ നീതുവിൻ്റെ സ്ഥാനം ഇടത്ത് നിന്ന് 14-മതായി എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേർ ഉണ്ട്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് സമയം കളയാൻ നിൽക്കണ്ട. എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് വേഗം അങ്ങ് മാർക്ക് ചെയ്ത് വെക്കുക, എന്നിട്ട് ബാക്കി കണ്ടുപിടിക്കുക. വീണ്ടും ക്വസ്റ്റ്യൻ വായിച്ചതിനെ കൊണ്ട് നമുക്ക് പ്രത്യേക ബെനിഫിറ്റ് ഒന്നും കിട്ടാനില്ല. അപ്പോൾ എന്ത് ചെയ്യാം, നീതുവിൻ്റെ സ്ഥാനം തന്നിട്ടുണ്ട് അല്ലേ, ആദ്യം തന്നെ മാർക്ക് ചെയ്തോ. നീതുവിൻ്റെ സ്ഥാനം ഇടത്ത് നിന്ന് 8-മത്. അപ്പോൾ ഇടത്ത് നിന്ന് നോക്കുമ്പോൾ 8th പൊസിഷനിലാണ് ആരുള്ളത്? നീതു. ഇനി വീണയുടെ സ്ഥാനം വലത് നിന്ന് 17-മത്. 17-ാം സ്ഥാനത്ത് ആരുണ്ട്? വീണ. ഇനി എന്ത് ചെയ്യുന്നത്? അവർ പരസ്പരം സ്ഥാനം മാറി. അപ്പോൾ ഇവിടെ ആരായി? വീണയായി. ഇവിടെ ആരായി? നീതുവായി. ഇപ്പോൾ ക്ലിയർ. അങ്ങനെ ആയപ്പോൾ നീതുവിൻ്റെ സ്ഥാനം ഇടത് നിന്നും 14-മതായി. ഇപ്പോൾ എവിടെയാണ് നീതു ഉള്ളത്? ഇവിടെയാണുള്ളത് അല്ലേ. അത് ഇടത് നിന്നും 14-മതായി എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിക്കേ നിങ്ങൾ, നീതുവിൻ്റെ സ്ഥാനം, അതായത് ഇപ്പോൾ ഉള്ള നീതു, ഇവിടെ സ്ഥാനം വലത് നിന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട് ഓൾറെഡി 17, ഇടത് നിന്നുള്ളത് 14 തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ആൾക്കാരുടെ എണ്ണം കണ്ടുപിടിക്കാമല്ലോ. 17ഉം 14ഉം കൂട്ടിയിട്ട് 1 മൈനസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ 17ഉം 13ഉം കൂട്ടുക എന്നർത്ഥം. അത് 17ഉം 10ഉം 27ഉം 3ഉം 30 ആൻസർ. സംഭവം ക്ലിയർ ആയ? എന്താണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അത് അതുപോലെ മാർക്ക് ചെയ്തു. ആദ്യം അവർ പരസ്പരം സ്ഥാനം മാറി എന്ന് പറഞ്ഞപ്പോൾ അവരുടെ സ്ഥാനം വെട്ടിയിട്ട് അങ്ങ് മാറ്റി. രണ്ടാമതായിട്ട് നീതുവിൻ്റെ ഇടത് നിന്നുള്ള പൊസിഷൻ തന്നിട്ടുണ്ട്, അത് മാർക്ക് ചെയ്തു. അപ്പോൾ ഇപ്പം നീതു ഉള്ളതിൻ്റെ ഇടത് നിന്നുള്ള പൊസിഷനും കിട്ടി, വലത് നിന്നുള്ള പൊസിഷനും കിട്ടി. ഒരാളുടെ 2 സൈഡിൽ നിന്നുള്ള പൊസിഷനും കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ആൾക്കാരുടെ എണ്ണം കണ്ടുപിടിച്ചൂടെ? മുന്നിൽ പ്ലസ് പിന്നിൽ -1. 17ഉം 14ഉം കൂട്ടിയാൽ 31, 1 കുറച്ചാൽ 30. സംഭവം ക്ലിയർ ആയല്ലോ? ചോദിച്ചിട്ടുണ്ട് കേട്ടോ മുന്നേ PSC എക്സാമിന്. ഒന്ന് പഠിച്ചു വെക്കുക. നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടി എഴുതിയിട്ടുണ്ട്. സെയിം മെത്തേഡാണ്, ഒറ്റക്കന്നെ ചെയ്യുക. ആൻസർ നമുക്ക് സെയിം ആണോ കിട്ടുന്നതെന്ന് നോക്കാം. ഒരു വരിയിൽ അഖിലിൻ്റെ സ്ഥാനം ഇടത്ത് നിന്ന് 14-മതാണ്, ഷിജിലിൻ്റെ സ്ഥാനം വലത്ത് നിന്ന് 21-മതാണ്. അവർ പരസ്പരം സ്ഥാനം മാറിയപ്പോൾ അഖിലിൻ്റെ സ്ഥാനം ഇടത് നിന്ന് 18-മതായി എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേർ ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം നമുക്ക് വരച്ചു വെക്കാം. അഖിലിൻ്റെ സ്ഥാനം ഇടത് നിന്ന് 14-മത്. ഇടത് നിന്ന് 14-മതാണ് ആരുള്ളത്? അഖിൽ. വലത് നിന്ന് 21-മതാണ് ആരുള്ളത്? ഷിജിലുള്ളത്. 21-മതാണ് 21st പൊസിഷനിലാണ് ആരുള്ളത്? ഷിജിലുള്ളത്. ഇനി എന്ത് ചെയ്യുന്നേ? അവർ പരസ്പരം സ്ഥാനം മാറി. അതായത് അഖിലുള്ളിടത്ത് ഷിജിൽ വന്ന്, ഷിജിലുള്ളിടത്ത് ആര് വന്ന്? അഖിൽ വന്ന്. അങ്ങനെ മാറിയപ്പോൾ അഖിലിൻ്റെ സ്ഥാനം ഇടത് നിന്ന് 18-മതായി. ഇപ്പം അഖിൽ എവിടെയുള്ളത്? ഇവിടെയുള്ളത്. അത് ഇടത് നിന്ന് എത്രാമതായി? 18-മതായി അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പോൾ അഖിലിൻ്റെ വലത് നിന്നുള്ള സ്ഥാനം നേരത്തെ ഇവിടെയുണ്ട്, ഇടത് നിന്നുള്ള സ്ഥാനം ഇപ്പം കിട്ടുകയും ചെയ്തു. അപ്പം നമുക്ക് ടോട്ടൽ ആൾക്കാരുടെ എണ്ണം കണ്ടുപിടിച്ചൂടെ? 21ഉം 18ഉം കൂടെ കൂട്ടിയിട്ട് 1 കുറച്ചാൽ മതി. 21ഉം 18ഉം കൂട്ടിയാൽ എത്രയാ? 39. അതിൽ നിന്ന് 1 കുറച്ചാൽ 38 ആയിരിക്കും ആൻസർ. ക്ലിയർ ആയല്ലോ സംഭവം? എങ്ങനെയാണ് പൊസിഷൻ മാറ്റിയിട്ട് കണ്ടുപിടിക്കുന്നതെന്ന്? ഒന്നുമില്ല, ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് അതുപോലെ മാർക്ക് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. 39 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ രവിയുടെ റാങ്ക് സുമിത്തിൻ്റെ റാങ്കിനേക്കാളും 7 മുന്നിലാണ്. സുമിത്തിൻ്റെ റാങ്ക് പിന്നിൽ നിന്നും 17-മതാണെങ്കിൽ രവിയുടെ റാങ്ക് മുന്നിൽ നിന്നും എത്രാമതാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. 39 കുട്ടികളുണ്ട്,
സുമിത്തിൻ്റെ റാങ്കും രവിയുടെ റാങ്കും തമ്മിലുള്ള ഡിഫറൻസ് തന്നിട്ടുണ്ട്. സുമിത്തിൻ്റെ റാങ്ക് പിന്നിൽ നിന്നും 17ാമതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രവിയുടെ റാങ്ക് മുന്നിൽ നിന്നും എത്രാമതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സംഭവം വളരെ സിമ്പിളാണ്. രവിയുടെ റാങ്ക് എന്താണ് കണക്ഷൻ പറഞ്ഞിരിക്കുന്നത്? രവിയുടെ റാങ്ക് സുമിത്തിൻ്റെ റാങ്കിനേക്കാളും 7 മുന്നിലാണ്. അതായത് രവിക്കുള്ള റാങ്കിനോട് 7 കൂട്ടിയാൽ മാത്രമേ സുമിത്തിൻ്റെ റാങ്ക് കിട്ടൂ അല്ലേ? ഇതിൻ്റെ മീനിങ് എന്നാ? രവിയുടെ റാങ്ക് സുമിത്തിൻ്റെ റാങ്കിനേക്കാളും 7 മുന്നിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? രവീൻ്റെ റാങ്ക് കഴിഞ്ഞിട്ടാണ് ആരുടെ റാങ്ക് വരുന്നത്? സുമിത്തിൻ്റെ റാങ്ക് വരുന്നത്. രവീൻ്റെ റാങ്കും കഴിഞ്ഞ് 7 ആൾക്കാർക്ക് ശേഷമാണ് ആരുള്ളത്? സുമിത്തുള്ളത്. ഇനി സുമിത്തിൻ്റെ റാങ്ക് പിന്നിൽ നിന്ന് 17ാമതാണെന്ന് തന്നിട്ടുണ്ട്. പിന്നിൽ നിന്ന് 17ാമതാണ് ആര്? സുമിത്ത്. ക്ലിയർ ആണല്ലോ? പിന്നിൽ നിന്ന് 17ാമതാണ് സുമിത്ത്. അങ്ങനെയാണെങ്കിൽ മുന്നിൽ നിന്ന് എത്രാമതാണ് സുമിത്ത് എന്ന് കണ്ടുപിടിക്കാമല്ലോ. എന്തുകൊണ്ട്? 39 ആളാണ് ടോട്ടൽ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ 39 കുട്ടികൾ ടോട്ടൽ ഉണ്ട്. പിന്നിൽ നിന്ന് 17. അപ്പോൾ 39 17 കുറച്ച് 1 കൂട്ടിയാൽ മുന്നിൽ നിന്നുള്ള റാങ്ക് കിട്ടും. നമ്മൾ ഇക്വേഷൻ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 39 17 മൈനസ് ചെയ്ത് എത്രയാ? 22. അപ്പോൾ 1 കൂട്ടിയാൽ 23. അപ്പോൾ മുന്നിൽ നിന്ന് 23ാമതാണ് ആരുടെ റാങ്ക്? മുന്നിൽ നിന്ന് 23ാമതാണ് ആരുടെ റാങ്ക്? സുമിത്തിൻ്റെ റാങ്ക്. അപ്പോൾ രവിയുടെ റാങ്ക് ഒരു 7 എണ്ണം ബാക്കിലോട്ടായിരിക്കും രവിയുടെ റാങ്ക്. അപ്പോൾ എത്രയാ? 23 7 പോയാൽ 16ാം സ്ഥാനത്താണ് രവി ഉള്ളത്. സംഭവം ക്ലിയർ ആയ? ഒന്നുകൂടെ പറഞ്ഞുതരാം. രവിയുടെ റാങ്ക് സുമിത്തിൻ്റെ റാങ്കിനേക്കാളും 7 മുന്നിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രവിയുടെ റാങ്കിനോട് 7 കൂട്ടിയാലാണ് ആരുടെ റാങ്ക് കിട്ടുക? സുമിത്തിൻ്റെ റാങ്ക് കിട്ടുക. അതവിടെ വെച്ച് ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? സുമിത്തിൻ്റെ റാങ്ക് പിന്നിൽ നിന്ന് 17ാമതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നിൽ നിന്ന് 17 ആണെങ്കിൽ മുന്നിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എന്തുകൊണ്ട്? ടോട്ടൽ 39 കുട്ടികളെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 39 17 പോയി, അതിനോട് 1 കൂട്ടിയാൽ 23. അപ്പോൾ മുന്നിൽ നിന്ന് 23ാമതാണ് സുമിത്തിൻ്റെ റാങ്ക്. അപ്പോൾ അതിനേക്കാളും 7 എണ്ണം പിന്നിലായിരിക്കും രവിയുടെ റാങ്ക്. അപ്പോൾ 23 7 പോയാൽ 16ാം സ്ഥാനത്താണ്, 16ാമത്തെ പൊസിഷനിലാണ് രവിയുടെ റാങ്ക് വരുന്നത്. അപ്പോൾ ആൻസർ എത്രയാണ്? 16. അടുത്തതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒന്നും ചെയ്യാനൊന്നുമില്ല, വെറുതെ കോൺസെൻട്രേഷൻ മാത്രം ഉണ്ടായാൽ മതി. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യാശ്രേണിയിൽ 7ന് ശേഷം 4 വരികയും എന്നാൽ 7ന് മുൻപ് 8 ഇല്ലാത്തതുമായ എത്ര 7 ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 7ന് ശേഷം 4 ഉണ്ടാവണം, 7ന് മുൻപ് 8 ഉണ്ടാവാനും പാടില്ല. അങ്ങനെയുള്ള 7കളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആദ്യം തന്നെ നമുക്ക് 7കളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം അല്ലേ? 7കളെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ സംഭവം കുറച്ചും കൂടെ സിമ്പിളാവൂലേ? അപ്പം ഇവിടെ ഒരു 7 ഉണ്ട്, ഇവിടെ ഒരു 7 7 7 7 7 7 ഇത്ര 7 ഉണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 7ന് മുൻപ് 8 ഉണ്ടാവാൻ പാടില്ല, 7ന് ശേഷം 4 വരണം. ഇത് 7ന് ശേഷം 4 ആണോ? ഇവിടെ 7ന് ശേഷം 4 അല്ല, അപ്പം ഇത് പോയി. ഇവിടെ 7ന് ശേഷം 4 ആണോ? അതെ, 7ന് ശേഷം 4 വരുന്നുണ്ട്. 7ന് മുൻപേ 8 ഉണ്ടാവാൻ പാടില്ല, 9 ആണ്, 8 അല്ല. അപ്പം ഇതിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അടുത്ത 7ന് ശേഷം 4 ആണോ? അല്ല, അപ്പോൾ ഇത് പറ്റില്ല. അടുത്തത് 7ന് ശേഷം 4 ആണ്, 7ന് മുൻപേ 8 അല്ല, അപ്പം ഇതും നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ 7ന് ശേഷം 4 ആണ്, ശരി, 7ന് മുമ്പേ 8 ഉണ്ടാവാൻ പാടില്ല, പക്ഷെ എന്താണ്? 8 ആണ്, അതുകൊണ്ട് ഇതെടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് 7ന് ശേഷം 4 ആണ്, 7ന് മുൻപേ 8 അല്ല, അപ്പം ഇതിനെയും കൂട്ടാം. ഇവിടെ 7ന് ശേഷം 4 ആണോ? 4 അല്ല, അപ്പം ഇതിനെയും കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ടോട്ടൽ എത്രയുണ്ട്? 1 2 3, അങ്ങനെയുള്ള 3 7കളാണ് ഉള്ളത്. ഇത് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. 49 ആളുകളുള്ള ഒരു വരിയിൽ കിരണിൻ്റെ മുന്നിലുള്ളതിൻ്റെ ഇരട്ടി ആളുകൾ പിന്നിലുണ്ട് എങ്കിൽ കിരണിൻ്റെ സ്ഥാനം പിന്നിൽ നിന്ന് എത്രാമതാണ് എന്നാണ്. വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത്. മൊത്തം 49 ആളുണ്ട്, കിരണിൻ്റെ മുന്നിലുള്ളതിൻ്റെ ഇരട്ടി ആളുകൾ പിന്നിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആയിക്കോട്ടെ കിരൺ, ഇതാണ് ആര്? കിരൺ. കിരണിൻ്റെ മുന്നിലുള്ളതിൻ്റെ ഇരട്ടി ആളുകൾ പിന്നിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കിരണിൻ്റെ മുന്നിൽ
എക്സ് ആളുകളുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൻ്റെ ഇരട്ടി 2x ആളുകൾ കിരണിന് ശേഷമുണ്ട്. ഇതല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് കിരണിന് മുന്നേ ഒരാളുണ്ടെങ്കിൽ കിരണിന് ശേഷം 2 ആൾ വേണം. കിരണിന് മുന്നേ 2 ആളുണ്ടെങ്കിൽ കിരണിന് ശേഷം 4 ആൾ വേണം. മുന്നേ എത്രയാണോ ഉള്ളത് അതിൻ്റെ ഇരട്ടി ആവണം ശേഷമുള്ളത്. അത് ക്ലിയർ ആണല്ലോ. ഇനി മൊത്തം 49 ആളുകളുണ്ട് അല്ലേ. വരിയിൽ മൊത്തം എത്രയുണ്ട്? 49 ആളുകളുണ്ട്. കിരൺ ഒഴികെ 48 അല്ലേ. കിരൺ ഒഴികെ എത്രയുണ്ട്? കിരൺ ഒഴികെ 48 ആളുകളുണ്ട് വരിയിൽ. കിരൺ ഒഴികെ 48 ആൾ. അപ്പം ഈ എക്സും ഈ 2x കൂടെ കൂട്ടിയാൽ എത്ര കിട്ടണം? 48 കിട്ടണം അല്ലേ. കിരൺ ഒഴികെ 48 ആൾ എന്ന് പറഞ്ഞാൽ എക്സും 2x കൂടെ കൂട്ടിയാൽ എത്ര കിട്ടണം? 48 ആൾ കിട്ടണം. അപ്പോൾ എക്സും 2x കൂട്ടിയാൽ എത്രയാ? 3x സമം 48. എക്സ് സമം 48. ഈ 3 ഇങ്ങോട്ട് പോകുമ്പോൾ ബൈ 3. 4 3 ഒരു പ്രാവശ്യം, 18 3 6 പ്രാവശ്യം. അപ്പോൾ എക്സ് എത്ര കിട്ടി? 16 കിട്ടി. എക്സ് 16 ആണെങ്കിൽ 2x എത്രയായിരിക്കും? 16 ഇരട്ടി 32 ആയിരിക്കും. ക്വസ്റ്റ്യൻ എന്താ? എങ്കിൽ കിരണിൻ്റെ സ്ഥാനം പിന്നിൽ നിന്ന് എത്രാമത്? ഇതാണ് പിന്നിൽ നിന്ന്. പിന്നിൽ നിന്ന് നോക്കുമ്പോൾ ഈ 32 കഴിഞ്ഞ് 33-ാം സ്ഥാനത്തായിരിക്കും കിരൺ ഉണ്ടാവുക. സംഭവം ക്ലിയർ ആണോ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു വരിയിൽ കിരണിൻ്റെ മുന്നിലുള്ളതിൻ്റെ ഇരട്ടി ആളുകൾ പിന്നിലുണ്ട്. അതായത് 1:2 എന്നുള്ള റേഷ്യോ ആണ് വരുന്നത്. മുന്നിൽ എക്സ് ആണെങ്കിൽ അപ്പുറം 2x. എക്സ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എക്സ് നിങ്ങൾ മറന്നേക്ക്. അതായത് 3 പോർഷൻ ആണ് 48. 48 എങ്ങനെ കിട്ടിയേ? കിരണിനെ അവിടെ വെച്ചേ, ബാക്കിയുള്ള ആളുകളെ മാത്രമാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ മൊത്തം ബാക്കി 48 ആളുകളുണ്ട്. അപ്പോൾ ആ എക്സും 2x കൂട്ടിയാൽ മൊത്തം എത്ര ആളായി? 3x ആൾ. 3x ആൾ എന്ന് പറഞ്ഞാൽ 48. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാമല്ലോ. 3x എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ ആ ഇൻറ്റു 3 അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ 48/3 ആവും. അപ്പോൾ എക്സ് 16 കിട്ടി. അതായത് ഇവിടെ 16 ആളുണ്ടെങ്കിൽ അപ്പുറം അതിൻ്റെ ഇരട്ടി ആൾ വേണം, 32 ആളുണ്ടാവും. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? പിറകിൽ നിന്ന് കിരണിൻ്റെ സ്ഥാനം. അപ്പോൾ ആ 32 കഴിഞ്ഞ് 33-ാം സ്ഥാനത്തായിരിക്കും കിരൺ ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യനും കൂടി ഇതുപോലെ ചെയ്യുക, അപ്പോൾ ക്ലിയർ ആവും. നേരത്തെ പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണേ. 37 ആളുകളുള്ള ഒരു വരിയിൽ രാമുവിൻ്റെ വലതു ഭാഗത്തുള്ളതിൻ്റെ 3 മടങ്ങ് ആളുകൾ ഇടതുഭാഗത്തുണ്ട്. നേരത്തെ 2 മടങ്ങായിരുന്നു, ഇരട്ടിയായിരുന്നു. പക്ഷെ ഇവിടെ 3 മടങ്ങാണെന്ന് മാത്രം. എങ്കിൽ ഇടത് നിന്ന് രാമുവിൻ്റെ സ്ഥാനം എത്രയാണ്? ചെയ്യാലോ. ഇവിടുന്ന് നോക്കി ഇവിടെയാണ് രാമു ഉള്ളതെന്ന് വിചാരിച്ചോ. പിറകുന്നുള്ള സ്ഥാനമുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ എക്സ് ആളുണ്ടെങ്കിൽ ഇപ്പുറത്ത് എത്ര എക്സ് ആൾ വേണം? 3 മടങ്ങ്, അതായത് 3x ആൾ ഇപ്പുറത്ത് വേണം. ക്ലിയർ ആണല്ലോ. ഇപ്പോഴും എക്സ് ആളുണ്ടെങ്കിൽ അപ്പുറം 3 മടങ്ങ് വേണം, 3x ആൾ വേണം. ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്? 37 ആളുണ്ട്. അപ്പോൾ രാമു ഒഴികെ എത്രയുണ്ട്? 36 ആൾക്കാർ. അതായത് എക്സും 3x. ഇതാണ് രാമു ഒഴികെയുള്ള ആൾക്കാർ. അത് കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? 36 കിട്ടണം. അപ്പം എക്സ് പ്ലസ് 3x സമം 36. ഒരു എക്സും 3x കൂട്ടിയാൽ 4x സമം 36. അപ്പോൾ എക്സ് സമം 4x പറഞ്ഞാൽ 4 ഇൻറ്റു എക്സ് എന്ന മീനിങ്. ഇൻറ്റു 4 ഇവിടെ പോകുമ്പോൾ ബൈ 4 ആവും. 36/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36/4 എന്ന് പറഞ്ഞാൽ 9. 9 4 36. അപ്പോൾ എക്സ് 9. 3x എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 9. 9 9 29 18 39 27. ക്ലിയർ. ക്വസ്റ്റ്യൻ എന്താ? ഇടത് നിന്ന് രാമുവിൻ്റെ സ്ഥാനം എത്രയാണ്? ഇടത് നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇടത് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് രാമുവിൻ്റെ സ്ഥാനം 9 കഴിഞ്ഞ് 10-ാം സ്ഥാനത്തായിരിക്കും രാമു. വലത് നിന്നാണ് ചോദിച്ചിരിക്കുന്നെങ്കിൽ 27 കഴിഞ്ഞ് 28-ാം സ്ഥാനത്തായിരിക്കും രാമു. ക്ലിയർ ആണോ? എങ്ങനെയാണെന്ന് ചെയ്തേ? ഇവിടെ എക്സ് ആളുണ്ടെങ്കിൽ ഇവിടെ 3x ആളുകളുണ്ടാവും. അത് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടിയതാണ്, 3 മടങ്ങായതുകൊണ്ട്. അപ്പോൾ ആ ആൾക്കാരുടെ എണ്ണം മൊത്തം എത്രയായിരിക്കും? 36 ആയിരിക്കും, രാമു ഒഴികെയുള്ള ആൾക്കാർ. അതിൽ നമ്മൾ എക്സ് കണ്ടുപിടിച്ചു. അപ്പോൾ 2 സൈഡിലുള്ള ആൾക്കാരുടെ എണ്ണം കിട്ടി രാമുവിൻ്റെ. അതിൽ നിന്ന് ഏത് സൈഡിൽ നിന്നാണോ രാമുവിൻ്റെ പൊസിഷൻ നോക്കണ്ടേ അത് നോക്കിയിട്ട് ആൻസർ കിട്ടി. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യുമല്ലോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞ പോലെ കോൺസെൻട്രേഷൻ മാത്രം വേണ്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ ആൻസർ ഈസി ആയിട്ട് 1 മാർക്ക് കിട്ടും.
DEFGH എന്നീ 5 പേനകൾ ഒന്നിനു മുകളിൽ മറ്റൊന്നായി സൂക്ഷിച്ചിരിക്കുന്നു. H മാത്രമാണ് ഇക്കും എഫിനും ഇടയിൽ. എഫ് എന്നത് ഇക്ക് താഴെയാണ്. ജി എന്നത് എഫിന് താഴെയാണ്. എച്ചിന് 3 സ്ഥാനം താഴെയാണ് ഡി. ഇക്കും ഡിക്കും ഇടയിൽ എത്ര പേനകളുണ്ട്? ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും വായിച്ചിട്ട് കാര്യമില്ല, കണ്ടാൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ തുടങ്ങിക്കോളുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ പോയിന്റ്, എച്ച് മാത്രമാണ് ഇക്കും എഫിനും ഇടയിൽ. അപ്പം ഇയും എഫും ഇടയിൽ ആരുണ്ട്? എച്ച്. ഒന്നിക്കിൽ ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ എഫ് ഇ എച്ച് ഇങ്ങനെയും ആവാം. ഇക്കും എഫിനും ഇടയിലാണ് എച്ച് വരുന്നത്. ഓക്കെ, ഇനി എന്താ അടുത്തത്? എച്ച് മാത്രമാണ് ഇക്കും എഫിനും ഇടയിൽ. എഫ് എന്നത് ഇക്ക് താഴെയാണ്. എഫ് എന്ന് പറയുന്നത് ഇ ഉള്ളതിൻ്റെ താഴെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഇതല്ലാന്ന് മനസ്സിലായി, അതിനെ അങ്ങ് ഒഴിവാക്കാം. ക്ലിയർ? എഫ് എന്ന് പറയുന്നത് ഇക്ക് താഴെയാണ്. ഇനി ജി എന്നത് എഫിന് താഴെയാണ്. എഫിന് താഴെയാണ് എന്ത്? ജി വരുന്നത്. എഫിന് താഴെയായിട്ട് ജി എഴുതി. അത് ഏറ്റവും താഴെയാണോ അല്ല തൊട്ട് താഴെയാണോ എന്ന് ഇപ്പോൾ പറഞ്ഞിട്ടില്ല, അതവിടെ നിൽക്കട്ടെ. എഫിന് താഴെയാണ് ജി. എച്ചിന് 3 സ്ഥാനം താഴെയാണ് ഡി. ഡി എന്ന് പറയുന്നത് എച്ചിന് 3 സ്ഥാനം താഴെയാവണം. അപ്പോൾ എച്ച് കഴിഞ്ഞിട്ട് 1, 2, 3 സ്ഥാനം താഴെയാണ് ഡി. അപ്പോൾ ആയില്ലേ? DEFGH 5 പേനകളുണ്ട്. 1, 2, 3, 4, 5. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ വരുന്നത്. ഓപ്ഷനിൽ EHFGD എന്ന് ഉണ്ടാവും. ക്ലിയർ ആയല്ലോ? എന്താണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അത് അതുപോലെ ഫോളോ ചെയ്യുക. ഓരോ പൊസിഷൻ കണ്ടുപിടിക്കുക, ആൻസർ കിട്ടും. സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റാങ്കിങ്ങിൽ വരുന്ന പരമാവധി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. ഈസി ആയിട്ട് നമുക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ നമുക്ക് റിവിഷൻ്റെ സമയത്ത് കുറച്ചും കൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇപ്പം ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക. എന്നിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ലാസ്റ്റ് റിവിഷൻ്റെ സമയത്ത് അത് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.